ഹലോ, ഞാൻ ഡാനിയലച്ചൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അസെൻഷൻ. നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ബൈബിളിനെ ഇയർ എന്ന മലയാളം പോഡ്കാസ്റ്റാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ബൈബിൾ പാരായണത്തിന് ജെഫ് കെവിൻസിന്റെ ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന റീഡിംഗ് പ്ലാനാണ് ഉപയോഗിക്കുന്നത്. ഈ വായനാ സഹായി ആവശ്യമുള്ളവർക്ക് BIYindia.com/മലയാളം എന്ന ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. നമുക്ക് തുടങ്ങാം. ഞാൻ വായിക്കുന്നത് POC മലയാളം ബൈബിൾ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ്. ഇന്നത്തെ വചന വായനയുടെ പാഠങ്ങൾ ഉൽപ്പത്തി 41, 42, ജോബിന്റെ പുസ്തകം 33, 34 അധ്യായങ്ങൾ, സുഭാഷിതങ്ങൾ 4 അധ്യായം, വാക്യങ്ങൾ 1 മുതൽ 9 വരെ. ഫറവോയുടെ സ്വപ്നവും അതേ തുടർന്നുണ്ടായ ജോസഫിന്റെ മോചനവുമാണ് നമ്മുടെ ഉൽപ്പത്തിയിലെ കഥയിലെ ഇന്നത്തെ തുടർച്ച. നമുക്ക് വചനം വായിക്കാം. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. ഉൽപ്പത്തി അധ്യായം 41. 2 വർഷക്കാലം കഴിഞ്ഞപ്പോൾ ഫറവോ ഒരു സ്വപ്നം കണ്ടു. ഇതാ അദ്ദേഹം നൈൽ തീരത്ത് നിൽക്കുന്നു. അപ്പോഴതാ കാഴ്ചയ്ക്കഴകുള്ള ശരീരം കൊഴുത്ത 7 പശുക്കൾ നദിയിൽ നിന്ന് കയറി വരുന്നു. അവ ഞാങ്ങണ മധ്യേ മേയുന്നു. അതിന് പിന്നാലെ ഇതാ കാഴ്ചയ്ക്ക് വിരൂപമായ ശരീരം മെലിഞ്ഞ വേറെ 7 പശുക്കൾ നദിയിൽ നിന്ന് കയറി വരുന്നു. നദീതീരത്ത് അവ മറ്റു പശുക്കളുടെ അരികിൽ വന്നു നിൽക്കുന്നു. എന്നിട്ട് കാഴ്ചയ്ക്ക് വിരൂപമായ ശരീരം മെലിഞ്ഞ പശുക്കൾ കാഴ്ചയ്ക്കഴകുള്ള കൊഴുത്ത 7 പശുക്കളെ വിഴുങ്ങിക്കളയുന്നു. അപ്പോൾ ഫറവോ ഉണർന്നു. അദ്ദേഹം രണ്ടാമതും ഉറങ്ങുകയും സ്വപ്നം കാണുകയും ചെയ്തു. ഇതാ പുഷ്ടിയും അഴകുമുള്ള 7 ധാന്യക്കതിരുകൾ ഒരേ തണ്ടിൽ വളർന്നു പോകുന്നു. അവയ്ക്ക് പിന്നാലെ അതാ ശുഷ്കിച്ചതും കിഴക്കൻ കാറ്റിൽ ഉണങ്ങിക്കരിഞ്ഞതുമായ 7 കതിരുകൾ കൂടി മുളച്ചു പൊങ്ങുന്നു. ശോഷിച്ച 7 കതിരുകൾ പുഷ്ടിയും സമൃദ്ധിയുമുള്ള കതിരുകളെ വിഴുങ്ങുന്നു. ഫറവോ ഉറക്കമുണർന്നപ്പോൾ ഇതാ സ്വപ്നം മാത്രം. പ്രഭാതമായപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മാവ് അസ്വസ്ഥമായി. ഈജിപ്തിലെ എല്ലാ മന്ത്രവാദികളെയും അവിടുത്തെ എല്ലാ ജ്ഞാനികളെയും ആളയച്ച് വിളിച്ച് ഫറവോ തന്റെ സ്വപ്നം അവരോട് വിവരിച്ചു. എന്നാൽ ഫറവോയ്ക്ക് അവ വ്യാഖ്യാനിച്ചു കൊടുക്കാൻ ആരുമുണ്ടായില്ല. അപ്പോൾ പാനപാത്രവാഹക പ്രമാണി ഫറവോയോട് ഇപ്രകാരം പറഞ്ഞു: എൻ്റെ തെറ്റുകൾ ഇന്ന് ഞാൻ ഓർക്കാനിടയാകുന്നു. ഫറവോ തൻ്റെ ദാസന്മാരോട് കുപിതനായപ്പോൾ എന്നെയും പാചകപ്രമാണിയെയും കാവൽസേനാ നായകന്റെ വീട്ടിലെ തടങ്കലിൽ ഇട്ടിരുന്നല്ലോ. ഒരു രാത്രി ഞാനും അവനും സ്വപ്നം കണ്ടു. വ്യാഖ്യാനം സംബന്ധിച്ച് വ്യത്യസ്തതയുള്ള ഓരോ സ്വപ്നമാണ് ഞങ്ങൾ കണ്ടത്. അവിടെ കാവൽസേനാ നായകന്റെ ദാസനായ ഒരു ഹെബ്രായ യുവാവ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ സ്വപ്നങ്ങൾ അവനോട് വിവരിച്ചപ്പോൾ അവൻ ഞങ്ങൾക്ക് അവ വ്യാഖ്യാനിച്ചു തന്നു. ഓരോരുത്തനോടും അവനവൻ്റെ സ്വപ്നത്തിനൊത്താണ് അവൻ വ്യാഖ്യാനിച്ചത്. അവൻ ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തന്നതുപോലെ തന്നെ സംഭവിച്ചു. എന്നെ എൻ്റെ ഉദ്യോഗത്തിൽ പുനഃസ്ഥാപിച്ചു. അയാളെ തൂക്കിലിടുകയും ചെയ്തു. അപ്പോൾ ഫറവോ ജോസഫിനെ ആളയച്ച് വിളിച്ചു. അവർ അവനെ കുഴിയിൽ നിന്ന് തിടുക്കത്തിൽ പുറത്തു കൊണ്ടുവന്നു. അവൻ ക്ഷൗരം ചെയ്ത് തൻ്റെ വസ്ത്രങ്ങൾ മാറി ഫറവോയുടെ പക്കൽ വന്നു. ഫറവോ ജോസഫിനോട് പറഞ്ഞു: ഞാനൊരു സ്വപ്നം കണ്ടു, എന്നാൽ ആരും അത് വ്യാഖ്യാനിക്കുന്നില്ല. നീ സ്വപ്നം കേട്ട് വ്യാഖ്യാനിക്കാറുണ്ടെന്ന് നിന്നെക്കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നു. ജോസഫ് ഫറവോയോട് ഇപ്രകാരം പ്രത്യുത്തരിച്ചു: ഞാനല്ല, ദൈവം ഫറവോയുടെ സമാധാനത്തിന് ഉതകുന്ന ഉത്തരം നൽകും. ഫറവോ ജോസഫിനോട് പറഞ്ഞു: എൻ്റെ സ്വപ്നത്തിൽ ഇതാ ഞാൻ നൈൽ തീരത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ അതാ ശരീരം കൊഴുത്ത രൂപഭംഗിയുള്ള 7 പശുക്കൾ നദിയിൽ നിന്ന് കയറി വന്നു. അവ ഞാങ്ങണ മധ്യേ മേഞ്ഞു. അവയ്ക്ക് പിന്നാലെ ഇതാ താഴ്ന്ന ഇനവും തീർത്തും വിരൂപവും ശരീരം മെലിഞ്ഞതുമായ മറ്റ് 7 പശുക്കളും കയറി വന്നു. അവയെപ്പോലെ വികൃതമായവ ഈജിപ്ത് നാട്ടിൽ എങ്ങും ഞാൻ കണ്ടിട്ടില്ല. ശോഷിച്ച് വികൃതമായ ആ പശുക്കൾ ആദ്യത്തെ 7 കൊഴുത്ത പശുക്കളെ വിഴുങ്ങിക്കളഞ്ഞു. എന്നാൽ അവ അവയുടെ ഉള്ളിലെത്തിയിട്ടും അവ ഉദരത്തിലെത്തിയെന്ന് ആർക്കും തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല. കാരണം കാഴ്ചയിൽ അവ ആദ്യത്തെ പോലെ തന്നെ വികൃതമായിരുന്നു. അപ്പോൾ ഞാൻ ഉണർന്നു. വീണ്ടും എൻ്റെ സ്വപ്നത്തിൽ ഞാൻ കണ്ടു, ഇതാ ഒരേ തണ്ടിൽ വളർന്നു നിൽക്കുന്ന പുഷ്ടിയും അഴകുമുള്ള 7 കതിരുകൾ. ഇതാ അവയ്ക്ക് ശേഷം മുളച്ചു വരുന്ന ഫലശൂന്യവും ശുഷ്കിച്ചതും കിഴക്കൻ കാറ്റിൽ ഉണങ്ങിക്കരിഞ്ഞതുമായ 7 കതിരുകൾ. ശുഷ്കിച്ച കതിരുകൾ 7 നല്ല കതിരുകളെ വിഴുങ്ങിക്കളഞ്ഞു. ഞാൻ മന്ത്രവാദികളോട് പറഞ്ഞു, എന്നാൽ അത് എനിക്ക് വേണ്ടി വിശദീകരിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. അപ്പോൾ ജോസഫ് ഫറവോയോട് പറഞ്ഞു: ഫറവോയുടെ സ്വപ്നം ഒന്ന് തന്നെ. ദൈവം ചെയ്യാൻ പോകുന്നത് എന്തെന്ന് അവിടുന്ന് ഫറവോയ്ക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. 7 നല്ല പശുക്കൾ 7 വർഷങ്ങളാണ്. 7 നല്ല കതിരുകളും 7 വർഷങ്ങൾ തന്നെ. സ്വപ്നം ഒന്ന് തന്നെ. അവയ്ക്ക് പിന്നാലെ കയറി വന്ന മെലിഞ്ഞവയും വിരൂപികളുമായ 7 പശുക്കളും 7 വർഷങ്ങളാണ്. പതിര് നിറഞ്ഞതും കിഴക്കൻ കാറ്റിൽ ഉണങ്ങിക്കരിഞ്ഞതുമായ 7 കതിരുകൾ ക്ഷാമത്തിൻ്റെ 7 വർഷങ്ങളാണ്. ഞാൻ ഫറവോയോട് പറഞ്ഞ കാര്യം ഇതാണ്: ദൈവം ചെയ്യാൻ പോകുന്നത് എന്തെന്ന് അവിടുന്ന് ഫറവോയ്ക്ക് കാണിച്ചു തന്നിരിക്കുന്നു.
ഇതാ, ഈജിപ്ത് നാട് മുഴുവനിലും വൻ സുഭിക്ഷത്തിന്റെ 7 വർഷങ്ങളാണ് വരുന്നത്. അവയ്ക്ക് ശേഷം ക്ഷാമത്തിന്റെ 7 വർഷങ്ങൾ ഉയർന്നു വരും. ഈജിപ്ത് നാട്ടിലെ സകല സമൃദ്ധിയും വിസ്മൃതമാകും. ക്ഷാമം നാടിനെ കാർന്നെടുക്കും. പിന്നാലെ വരുന്ന ആ ക്ഷാമത്തിന്റെ മുമ്പിൽ നാട്ടിലെ സമൃദ്ധി അറിയപ്പെടുകയില്ല. കാരണം അത് അതിരൂക്ഷമായിരിക്കും. ഫറവോയ്ക്ക് സ്വപ്നം തുടർച്ചയായി 2 തവണ ഉണ്ടായത് ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യം ഉറപ്പിച്ചെന്നും ദൈവം അത് നിവർത്തിക്കാൻ തിടുക്കപ്പെടുന്നെന്നും ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഇപ്പോൾ ഫറവോ വിവേകിയും ബുദ്ധിമാനുമായ ഒരാളെ കണ്ടെത്തി അവനെ ഈജിപ്ത് ദേശത്തിന്റെ മേൽ നിയമിക്കട്ടെ. രാജ്യത്ത് മേൽനോട്ടക്കാരെ നിയമിച്ച് സമൃദ്ധിയുടെ 7 വർഷങ്ങളിലും ഈജിപ്ത് ദേശത്ത് നിന്ന് 5-1 ശേഖരിക്കാൻ ഫറവോ നടപടിയെടുക്കട്ടെ. വരാൻ പോകുന്ന ഈ നല്ല വർഷങ്ങളുടെ ഭക്ഷ്യവിഭവം മുഴുവൻ അവർ ശേഖരിക്കട്ടെ. ഫറവോയുടെ കരത്തിൻ കീഴിൽ അവർ ഗോതമ്പ് സമാഹരിക്കുകയും ഭക്ഷ്യവിഭവം നഗരങ്ങളിൽ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യട്ടെ. ഈജിപ്ത് നാട്ടിൽ ഉണ്ടാകാൻ പോകുന്ന 7 ക്ഷാമ വർഷങ്ങളിലേക്കുള്ള രാജ്യത്തിൻ്റെ കരുതൽ ഭക്ഷ്യവിഭവമായിരിക്കും അത്. അങ്ങനെ നാട് പട്ടിണി കൊണ്ട് നശിക്കാതിരിക്കും. ഫറവോയുടെ ദൃഷ്ടികളിലും അവൻ്റെ സേവകരെല്ലാവരുടെയും ദൃഷ്ടികളിലും ഇക്കാര്യം നല്ലതായിരുന്നു. ഫറവോ തൻ്റെ സേവകരോട് പറഞ്ഞു, ഇവനെപ്പോലെ ദൈവത്തിൻ്റെ ചൈതന്യം തന്നിലുള്ള ഒരാളെ നമുക്ക് കണ്ടെത്താനാകുമോ? എന്നിട്ട് ഫറവോ ജോസഫിനോട് പറഞ്ഞു, ദൈവം നിന്നെ ഇവയെല്ലാം അറിയിച്ചു കഴിഞ്ഞിരിക്കെ നിന്നെപ്പോലെ ബുദ്ധിമാനും ജ്ഞാനിയുമായി ആരുമില്ല. നീ എൻ്റെ ഭവനത്തിന് മേലാളായിരിക്കും. എൻ്റെ ജനം മുഴുവൻ നിന്റെ വാക്കനുസരിക്കും. സിംഹാസനം സംബന്ധിച്ച് മാത്രം ഞാൻ നിന്നെക്കാൾ വലിയവനായിരിക്കും. ഫറവോ ജോസഫിനോട് തുടർന്ന് പറഞ്ഞു, നോക്കൂ, ഈജിപ്ത് രാജ്യം മുഴുവൻ്റെയും മേൽ നിന്നെ ഞാൻ നിയമിച്ചിരിക്കുന്നു. ഫറവോ മുദ്രമോതിരം തൻ്റെ കയ്യിൽ നിന്ന് ഊരിയെടുത്ത് ജോസഫിൻ്റെ കയ്യിലിട്ട് കൊടുത്തു. അവനെ പട്ടുവസ്ത്രങ്ങൾ ധരിപ്പിച്ചു. അവൻ്റെ കഴുത്തിൽ ഒരു സ്വർണമാല അണിയിക്കുകയും ചെയ്തു. അദ്ദേഹം തനിക്കുണ്ടായിരുന്ന 2-ാം രഥത്തിൽ അവനെ എഴുന്നള്ളിച്ചു. ഔറേക്ക് എന്ന് അവർ അവനു മുമ്പേ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ അദ്ദേഹം അവനെ ഈജിപ്ത് രാജ്യം മുഴുവൻ്റെയും മേൽ നിയമിച്ചു. ഫറവോ ജോസഫിനോട് പറഞ്ഞു, ഞാൻ ഫറവോയാണ്. നിന്നെ കൂടാതെ ഈജിപ്ത് ദേശത്തെങ്ങും ഒരുവനും തൻ്റെ കയ്യോ കാലോ ഉയർത്തുകയില്ല. ഫറവോ ജോസഫിനെ സാഫ്നത്ത് ഫാനൈ എന്ന് പേര് വിളിച്ചു. ഓനിലെ പുരോഹിതനായ പോത്തിഫറായുടെ മകൾ അസ്നത്തിനെ അവന് ഭാര്യയായി കൊടുക്കുകയും ചെയ്തു. ജോസഫ് ഈജിപ്ത് രാജ്യത്ത് പര്യടനം നടത്തി. ഈജിപ്തിലെ രാജാവായ ഫറവോയുടെ മുമ്പിൽ സ്ഥാനീയനായപ്പോൾ ജോസഫിന് 30 വയസ്സായിരുന്നു. ഫറവോയുടെ മുമ്പിൽ നിന്ന് പുറപ്പെട്ട് ജോസഫ് ഈജിപ്ത് രാജ്യം മുഴുവൻ സഞ്ചരിച്ചു. സുഭിക്ഷത്തിൻ്റെ 7 വർഷം ഭൂമി സമൃദ്ധിയുള്ളവാക്കി. ഈജിപ്ത് ദേശത്തുണ്ടായിരുന്ന 7 വർഷത്തെ ഭക്ഷ്യവിഭവമെല്ലാം അവൻ ശേഖരിച്ചു. നഗരങ്ങളിൽ ഭക്ഷ്യം സംഭരിച്ചു വെച്ചു. നഗരത്തിന് ചുറ്റുമുള്ള വയലുകളിലെ ഭക്ഷ്യം അതിനുള്ളിൽ തന്നെ സൂക്ഷിച്ചു. അളവെടുപ്പിന് അതീതമായതിനാൽ അളവ് നിർത്തിവെക്കുന്നതുവരെ ജോസഫ് കടൽ മണൽ പോലെ ധാന്യം ധാരാളമായി കൂമ്പാരം കൂട്ടി. ക്ഷാമവർഷം വരുന്നതിന് മുമ്പ് ജോസഫിന് 2 പുത്രന്മാർ ജനിച്ചു. ഓനിൻ്റെ പുരോഹിതനായ പൊത്തിഫറായുടെ മകൾ അസ്നത്താണ് അവന് വേണ്ടി അവരെ പ്രസവിച്ചത്. എൻ്റെ എല്ലാ കഷ്ടപ്പാടും പിതൃഭവനം സമസ്തവും മറക്കാൻ ദൈവം ഇടയാക്കിയിരിക്കുന്നു എന്ന അർത്ഥത്തിൽ ജോസഫ് തൻ്റെ കടിഞ്ഞൂൽ പുത്രന് മനാസേ എന്ന് പേരിട്ടു. 2-ാമന് എൻ്റെ കഷ്ടതകളുടെ നാട്ടിൽ ദൈവം എന്നെ സന്താനപുഷ്ടിയുള്ളവനാക്കിയിരിക്കുന്നു എന്ന അർത്ഥത്തിൽ എഫ്രായിം എന്ന് പേരിട്ടു. ഈജിപ്ത് ദേശത്ത് നിലനിന്ന സമൃദ്ധിയുടെ 7 വർഷങ്ങൾ അവസാനിച്ചു. ജോസഫ് പറഞ്ഞതുപോലെ ക്ഷാമത്തിൻ്റെ 7 വർഷങ്ങൾ വരാൻ തുടങ്ങി. എല്ലാ നാടുകളിലും ക്ഷാമമുണ്ടായി. എന്നാൽ ഈജിപ്ത് ദേശത്തെങ്ങും ആഹാരമുണ്ടായിരുന്നു. പിന്നീട് ഈജിപ്ത് നാട്ടിലെല്ലാം ക്ഷാമമായപ്പോൾ ജനം ഫറവോയുടെ അടുക്കൽ ആഹാരത്തിനായി കേണപേക്ഷിച്ചു. ഫറവോ ഈജിപ്തുകാരോടെല്ലാമായി പറഞ്ഞു, ജോസഫിൻ്റെ അടുത്തേക്ക് പോകുവിൻ, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. ഭൂമുഖത്തെല്ലാം ക്ഷാമമുണ്ടായി. അപ്പോൾ ജോസഫ് ധാന്യപ്പുരകളെല്ലാം തുറന്ന് അവയിലുണ്ടായിരുന്ന ധാന്യം ഈജിപ്തുകാർക്ക് വിതരണം ചെയ്തു. ഈജിപ്ത് ദേശത്ത് പട്ടിണി രൂക്ഷമായിരുന്നു. ജോസഫിൻ്റെ പക്കൽ നിന്ന് ധാന്യം വാങ്ങാൻ ഭൂമി മുഴുവൻ ഈജിപ്തിലേക്ക് വന്നു. കാരണം എല്ലാ നാട്ടിലും ക്ഷാമം കൊടുമ്പിരിക്കൊണ്ടിരുന്നു. ഉൽപ്പത്തി അധ്യായം 42. ഈജിപ്തിൽ ധാന്യമുണ്ടെന്ന് യാക്കോബ് മനസ്സിലാക്കി. അപ്പോൾ യാക്കോബ് തൻ്റെ മക്കളോട് പറഞ്ഞു, നിങ്ങൾ എന്താണ് പരസ്പരം നോക്കി നിൽക്കുന്നത്? തുടർന്ന് അദ്ദേഹം പറഞ്ഞു, ഇതാ, ഈജിപ്തിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേട്ടു. അവിടെ ചെന്ന് നമുക്ക് വേണ്ടി ധാന്യം വാങ്ങുവിൻ. അങ്ങനെ നാം ജീവിക്കട്ടെ, നമ്മൾ മരിക്കാതിരിക്കട്ടെ. ഈജിപ്തിൽ നിന്ന് ധാന്യം വാങ്ങാനായി ജോസഫിൻ്റെ 10 സഹോദരന്മാർ ഇറങ്ങിത്തിരിച്ചു. അവൻ എന്തെങ്കിലും അപകടം പിണഞ്ഞെങ്കിലോ എന്ന് പറഞ്ഞ് യാക്കോബ് ജോസഫിൻ്റെ സഹോദരനായ ബെഞ്ചമിനെ അവൻ്റെ സഹോദരന്മാരുടെ കൂടെ അയച്ചില്ല. അങ്ങനെ ധാന്യം വാങ്ങാൻ പോകുന്നവരുടെ കൂട്ടത്തിൽ ഇസ്രായേലിൻ്റെ മക്കളും പോയി. കാരണം കാനാൻ ദേശത്തും ക്ഷാമമായിരുന്നു. ജോസഫായിരുന്നു ആ നാട്ടിലെ മേലധികാരി. അവനാണ് നാട്ടുകാർക്കെല്ലാം ധാന്യം വിറ്റിരുന്നത്. ജോസഫിൻ്റെ സഹോദരന്മാർ വന്ന് നിലംപറ്റെ മുഖം താഴ്ത്തി അവനെ വണങ്ങി. ജോസഫ് തൻ്റെ സഹോദരന്മാരെ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞു.
പക്ഷേ അവൻ അപരിചിതനെന്ന പോലെ അവരോട് പെരുമാറുകയും പരുഷമായി അവരോട് സംസാരിക്കുകയും ചെയ്തു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? അവർ പറഞ്ഞു, ഭക്ഷ്യധാന്യം വാങ്ങാൻ കാനാൻ ദേശത്ത് നിന്ന്. ജോസഫ് തൻ്റെ സഹോദരന്മാരെ തിരിച്ചറിഞ്ഞെങ്കിലും അവർ അവനെ തിരിച്ചറിഞ്ഞില്ല. അവരെക്കുറിച്ച് താൻ കണ്ട സ്വപ്നങ്ങൾ ജോസഫ് ഓർത്തു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ചാരന്മാരാണ്, നാടിൻ്റെ ബലക്ഷയം കണ്ടുപിടിക്കാനാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അവർ അവനോട് പറഞ്ഞു, അല്ല എൻ്റെ യജമാനനെ, അങ്ങയുടെ ദാസന്മാർ വന്നിരിക്കുന്നത് ഭക്ഷ്യധാന്യം വാങ്ങാനാണ്. ഞങ്ങളെല്ലാവരും ഒറ്റയാളുടെ മക്കളാണ്, ഞങ്ങൾ സത്യസന്ധരാണ്, അങ്ങയുടെ ദാസന്മാർ ചാരന്മാരല്ല. അവൻ അവരോട് പറഞ്ഞു, അല്ല, തീർച്ചയായും നാടിൻ്റെ ബലക്ഷയം കണ്ടുപിടിക്കാനാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങയുടെ ദാസന്മാരായ ഞങ്ങൾ 12 സഹോദരന്മാരാണ്, കാനാൻ ദേശത്തുള്ള ഒരാളുടെ പുത്രന്മാർ. ഇതാ ഇളയവൻ ഇന്ന് ഞങ്ങളുടെ പിതാവിൻ്റെ കൂടെയാണ്, എന്നാൽ ഒരുവൻ ഇല്ലാതായി. ജോസഫ് അവരോട് പറഞ്ഞു, അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ചാരന്മാരാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതിനാൽ നിങ്ങൾ പരിശോധിക്കപ്പെടും. നിങ്ങളുടെ ഇളയ സഹോദരൻ ഇവിടെ വന്നിട്ടല്ലാതെ ഫറവോയുടെ ജീവനാണേ നിങ്ങൾ ഇവിടം വിട്ടു പോവുകയില്ല. നിങ്ങളുടെ സഹോദരനെ കൊണ്ടുവരാനായി നിങ്ങളിൽ നിന്ന് ഒരുവനെ അയക്കുവിൻ. അപ്പോൾ നിങ്ങളാകട്ടെ തടവിലായിരിക്കും. അങ്ങനെ നിങ്ങളുടെ വാക്കുകൾ സത്യമോ എന്ന് തെളിയിക്കപ്പെടട്ടെ. അങ്ങനെയല്ലെങ്കിൽ ഫറവോയുടെ ജീവനാണേ നിങ്ങൾ തീർച്ചയായും ചാരന്മാരാണ്. അവൻ അവരെ 3 ദിവസം തടങ്കലിൽ സൂക്ഷിച്ചു. 3-ാം ദിവസം ജോസഫ് അവരോട് പറഞ്ഞു, ഇത് ചെയ്യുവിൻ, എങ്കിൽ നിങ്ങൾ ജീവിക്കും. ദൈവത്തെ ഭയപ്പെടുന്നവനാണ് ഞാൻ. നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ നിങ്ങളുടെ ഒരു സഹോദരൻ കാരാഗൃഹത്തിൽ ബന്ധനസ്ഥനായാൽ മതി. നിങ്ങൾ പോയി വീടുകളിലെ പട്ടിണിക്ക് ധാന്യമെത്തിക്കുവിൻ. നിങ്ങളുടെ ഇളയ സഹോദരനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. അപ്പോൾ നിങ്ങളുടെ വാക്കുകൾ സത്യസന്ധമെന്ന് തെളിയും, നിങ്ങൾക്ക് മരിക്കേണ്ടി വരികയുമില്ല. അവർ അപ്രകാരം ചെയ്തു. അവർ തമ്മിൽ പറഞ്ഞു, കഷ്ടം, നമ്മുടെ സഹോദരൻ നമ്മോട് കേണപേക്ഷിച്ചപ്പോൾ അവൻ്റെ പ്രാണസങ്കടം കണ്ടിട്ടും ചെവി കൊടുക്കാതിരുന്ന നമ്മൾ അവനെ പ്രതി അപരാധികളാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ദുരിതം വന്നിരിക്കുന്നത്. അപ്പോൾ റൂബൻ ഇപ്രകാരം പ്രത്യുത്തരിച്ചു, കുട്ടിക്കെതിരെ തെറ്റ് ചെയ്യരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ, എന്നാൽ നിങ്ങൾ കേട്ടില്ല. ഇതാ അവൻ്റെ രക്തം തന്നെ പകവീട്ടുകയാണ്. ജോസഫിന് അത് മനസ്സിലാകുന്നുണ്ടെന്ന് അവർ കരുതിയില്ല, കാരണം അവർക്കിടയിൽ ഒരു ദ്വിഭാഷിയുണ്ടായിരുന്നു. അവൻ അവരിൽ നിന്ന് വിട്ടുമാറി കരഞ്ഞു. അവരുടെ പക്കൽ തിരിച്ചെത്തി അവരുമായി സംസാരിച്ചു. തുടർന്ന് അവരുടെ കൂട്ടത്തിൽ നിന്ന് ശിമെയോനെ പിടിച്ച് അവരുടെ കൺമുമ്പിൽ വെച്ച് ബന്ധിച്ചു. ഓരോരുത്തൻ്റെ ചാക്കിലും അവനവൻ്റെ പണം തിരികെ വെക്കാനും യാത്രയ്ക്ക് വേണ്ടത് അവർക്ക് കൊടുക്കാനും ജോസഫ് കൽപ്പിച്ച പ്രകാരം അവരുടെ ഭാണ്ഡങ്ങളിൽ അവർ ഗോതമ്പ് നിറച്ചു. അങ്ങനെയാണ് അവൻ അവരോട് ചെയ്തത്. ധാന്യം തങ്ങളുടെ കഴുതകളുടെ പുറത്ത് കയറ്റി അവർ അവിടെ നിന്ന് യാത്ര തിരിച്ചു. വഴിയമ്പലത്തിൽ വെച്ച് ഒരുവൻ കഴുതയ്ക്ക് തീറ്റ കൊടുക്കാൻ ചാക്ക് തുറന്നപ്പോൾ തൻ്റെ പണം കണ്ടു. ഇതാ അത് ചാക്കുകെട്ടിൻ്റെ വായ്ഭാഗത്ത്. അവൻ തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു, എൻ്റെ പണം തിരിച്ചെത്തിയിരിക്കുന്നു. ഇതാ അത് എൻ്റെ കെട്ടിൽ തന്നെയുണ്ട്. അപ്പോൾ അവരുടെ ഹൃദയം ഇടിഞ്ഞുപോയി. അവർ ഭയം കൊണ്ട് വിറച്ച് പരസ്പരം പറഞ്ഞു, എന്താണ് ദൈവം നമ്മോട് ഈ ചെയ്തിരിക്കുന്നത്? കാനാൻ ദേശത്ത് തങ്ങളുടെ പിതാവായ യാക്കോബിൻ്റെ അടുത്ത് വന്നെത്തിയപ്പോൾ തങ്ങൾക്ക് സംഭവിച്ചതെല്ലാം അവർ അദ്ദേഹത്തോട് ഇപ്രകാരം വിവരിച്ചു. ദേശാധിപനായ ആൾ ഞങ്ങളോട് പരുഷമായി സംസാരിച്ചു. നാടിനെ ഉറ്റുനോക്കാൻ എത്തിയവരായി അയാൾ ഞങ്ങളെ കണക്കാക്കി. ഞങ്ങൾ അയാളോട് പറഞ്ഞു, ഞങ്ങൾ സത്യസന്ധരാണ്, ചാരന്മാരല്ല. ഞങ്ങൾ 12 സഹോദരന്മാരാണ്, ഞങ്ങളുടെ പിതാവിൻ്റെ മക്കൾ. ഒരാളില്ലാതായി, ഇളയവൻ ഇന്ന് കാനാൻ ദേശത്ത് ഞങ്ങളുടെ പിതാവിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ദേശാധിപനായ ആൾ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ സത്യസന്ധരാണോ എന്ന് ഇതുകൊണ്ട് ഞാൻ മനസ്സിലാക്കും. നിങ്ങളുടെ സഹോദരനായ ഒരുവനെ എൻ്റെ അടുത്ത് നിർത്തുവിൻ. നിങ്ങളുടെ ഭവനങ്ങളിലെ പട്ടിണിക്ക് വേണ്ടത് എടുത്തുകൊണ്ടുപോകുവിൻ. പിന്നെ നിങ്ങളുടെ ഇളയ സഹോദരനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. അപ്പോൾ നിങ്ങൾ ചാരന്മാരല്ലെന്നും സത്യസന്ധരാണെന്നും എനിക്ക് ബോധ്യമാകും. നിങ്ങളുടെ സഹോദരനെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നതുമാണ്. നിങ്ങൾക്ക് ഈ നാട് പ്രയോജനപ്പെടുത്തുകയുമാകാം. അവർ തങ്ങളുടെ ചാക്കുകൾ അഴിക്കുമ്പോൾ അതാ ഓരോരുത്തൻ്റെയും പണക്കിഴി അവനവൻ്റെ ചാക്കിൽ. അവരും അവരുടെ പിതാവും അവരുടെ പണക്കിഴികൾ കണ്ട് ഭയപ്പെട്ടു. അവരുടെ പിതാവായ യാക്കോബ് അവരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ അനപത്യനാക്കിയിരിക്കുന്നു. ജോസഫ് ഇല്ലാതായി, ശിമെയോനുമില്ല. ഇനി നിങ്ങൾ ബെഞ്ചമിനെയും കൊണ്ടുപോകും. എല്ലാം എനിക്ക് എതിരായി സംഭവിക്കുന്നു. റൂബൻ തൻ്റെ പിതാവിനോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ അവനെ അങ്ങയുടെ പക്കൽ തിരികെ കൊണ്ടുവന്നില്ലെങ്കിൽ എൻ്റെ മക്കളെ 2 പേരെയും അങ്ങേക്ക് കൊല്ലാം. അവനെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക. ഞാൻ അവനെ അങ്ങയുടെ അടുത്ത് തിരികെ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകൻ നിങ്ങളുടെ കൂടെ വരികയില്ല, കാരണം അവൻ്റെ സഹോദരൻ മൃതനായി. ഇനി ഇവൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. നിങ്ങൾ പോകുന്ന വഴിയിൽ അവൻ ആപത്ത് സംഭവിച്ചാൽ നിങ്ങൾ എൻ്റെ വാർദ്ധക്യത്തെ കഠിന ദുഃഖത്തിൽ പാതാളത്തിലേക്ക് തള്ളിവിടുകയായിരിക്കും. ജോബ് അധ്യായം 33. എന്നിരിക്കലും ജോബേ, നീ എൻ്റെ ഭാഷണം ദയവായി കേൾക്കുക. എൻ്റെ വാക്കുകളെല്ലാം ശ്രവിച്ചാലും. ഇതാ ഞാൻ എൻ്റെ വായ് തുറന്നിരിക്കുന്നു.
എൻ്റെ നാവ് എൻ്റെ കണ്ഠത്തിൽ സംസാരിക്കുന്നു. എൻ്റെ വാക്കുകൾ എൻ്റെ ഹൃദയത്തിൻ്റെ പരമാർത്ഥതയാണ്. എൻ്റെ അധരങ്ങൾ സംസാരിക്കുന്നത് പരിപാവനമായ അറിവാണ്. ദൈവചൈതന്യം എന്നെ സൃഷ്ടിച്ചു, സർവശക്തൻ്റെ ശ്വാസം എന്നെ ജീവിപ്പിച്ചു. നിനക്ക് കഴിയുമെങ്കിൽ എന്നോട് പ്രതികരിക്കുക, ഒരുങ്ങി എൻ്റെ മുമ്പിൽ നിലയുറപ്പിക്കുക. ഇതാ നിന്റെ വാക്കനുസരിച്ച് ഞാൻ തമ്പുരാനുള്ളവനാണ്, ഞാനും കളിമണ്ണിൽ നിന്ന് മെനയപ്പെട്ടവനാണ്. എന്നെക്കുറിച്ചുള്ള പേടി നിന്നെ അസ്വസ്ഥനാക്കരുത്, എൻ്റെ ഭാരം നിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തുകയില്ല. അതേ, എൻ്റെ ചെവികളിൽ നീ പറയുന്നു, നിന്റെ വചസ്സുകളുടെ സ്വരം ഞാൻ ശ്രവിക്കും. ഞാൻ നിർമ്മലനാണ്, അകൃത്യമില്ലാത്തവൻ, ഞാൻ നിഷ്കളങ്കനാണ്, എന്നിൽ തിന്മയില്ല. എന്നിട്ടും അവിടുന്ന് എനിക്കെതിരെ പരാതികൾ കണ്ടുപിടിക്കുകയും തൻ്റെ ശത്രുവായി എന്നെ പരിഗണിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് എൻ്റെ കാലുകൾ ആമത്തിലിടുകയും എൻ്റെ മാർഗങ്ങളെല്ലാം പരിശോധിക്കുകയും ചെയ്യുന്നു. ഇക്കാര്യത്തിൽ നീ നീതിമാനല്ല, ഞാൻ നിനക്ക് ഉത്തരം നൽകാം. തീർച്ചയായും മർത്തിനേക്കാൾ ശ്രേഷ്ഠനാണ് ദൈവം. അവിടുന്ന് തൻ്റെ വചനങ്ങളൊന്നും പ്രത്യുത്തരിക്കാത്തതുകൊണ്ട് നീ അവിടുത്തോട് കലഹിക്കുന്നതെന്തിന്? കാരണം ദൈവം ഒരിക്കൽ സംസാരിക്കുന്നു, അവിടുന്ന് അത് രണ്ടാമതൊരിക്കൽ പരിഗണിക്കുന്നില്ല. കിടക്കയിലെ മയക്കങ്ങളിൽ ആളുകളുടെ മേൽ ഗാഠനിദ്ര പതിക്കുമ്പോൾ, ഒരു നിശാദർശനത്തിൽ, ഒരു സ്വപ്നത്തിൽ, അപ്പോൾ അവിടുന്ന് ആളുകളുടെ ചെവി തുറന്ന് അവർക്കുള്ള മുന്നറിയിപ്പുകളാൽ മുദ്രവെക്കുന്നു. ഇത് മനുഷ്യൻ തൻ്റെ പ്രവൃത്തി മാറ്റാനാണ്. അങ്ങനെ മർത്യനിൽ നിന്ന് അവിടുന്ന് അഹങ്കാരം നീക്കുന്നു. അവിടുന്ന് ഗർത്തത്തിൽ നിന്ന് അവൻ്റെ ആത്മാവിനെയും ചാട്ടുളി കടക്കാതെ അവൻ്റെ ജീവനെയും പിടിച്ചു നിർത്തുന്നു. അവൻ തൻ്റെ കിടക്കയിൽ വേദനയാൽ ശിക്ഷിക്കപ്പെടുന്നു. അവൻ്റെ അസ്ഥികളുടെ അസ്വാസ്ഥ്യം സ്ഥായിയാണ്. തന്മൂലം അവൻ്റെ ജീവൻ അപ്പവും ആർത്തിയുള്ള അവൻ്റെ ആത്മാവ് ഭക്ഷണവും വെറുക്കുന്നു. അവൻ്റെ മാംസം എൻ്റെ കാഴ്ചയിൽ നിന്നില്ലാതായിരിക്കുന്നു. അവൻ്റെ അസ്ഥികൾ ക്ഷയിച്ച് അദൃശ്യമായിരിക്കുന്നു. അവൻ്റെ ആത്മാവ് ഗർത്തത്തോടടുത്തിരിക്കുന്നു. അവൻ്റെ ജീവൻ ഘാതകരോടും. മനുഷ്യന് അവൻ്റെ ധർമ്മം വിശദമാക്കി കൊടുക്കാൻ ഒരു ദൂതൻ, ആയിരങ്ങളിലൊരു മധ്യസ്ഥൻ അവന് മേലുണ്ടായിരുന്നെങ്കിൽ അവനിൽ കനിവ് തോന്നി പറയുമായിരുന്നു, ഗർത്തത്തിൽ നിബദിക്കാതെ അവനെ വീണ്ടെടുക്കണമേ. ഞാനൊരു മോചനദ്രവ്യം കണ്ടെത്തിയിട്ടുണ്ട്. യുവത്വത്തെക്കാൾ അവൻ്റെ മാംസം കോമളമാക്കി തൻ്റെ യൗവനോന്മേഷത്തിൻ്റെ നാളുകളിലേക്ക് അവൻ മടങ്ങി വരട്ടെ. അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ, അപ്പോൾ അവിടുന്ന് അവനെ ഇഷ്ടപ്പെടും. അവൻ ആഹ്ലാദത്തോടെ അവിടുത്തെ മുഖം കാണും. അവിടുന്ന് മർത്യന് തൻ്റെ നീതി തിരികെ നൽകുകയും ചെയ്യും. ആളുകളോട് ചേർന്ന് പാടിക്കൊണ്ട് അവൻ പറയും, ഞാൻ പാപം ചെയ്തു, പരമാർത്ഥത വക്രമാക്കി, എങ്കിലും എനിക്ക് മതിയായില്ല. എൻ്റെ ആത്മാവ് ഗർത്തത്തിലേക്ക് കടക്കാതെ അവിടുന്ന് അതിനെ പരിത്രാണം ചെയ്തു. എൻ്റെ ജീവൻ പ്രകാശം നോക്കി നിൽക്കുന്നു. നോക്കൂ, ദൈവം മനുഷ്യനോട് ഇവയെല്ലാം 2 or 3 തവണ പ്രവർത്തിക്കുന്നു. അതവൻ്റെ ആത്മാവിനെ ഗർത്തത്തിൽ നിന്ന് പുനരുദ്ധരിക്കുന്നതിനും ജീവിക്കുന്നവരുടെ പ്രകാശത്തിൽ പ്രശോഭിപ്പിക്കുന്നതിനും വേണ്ടിയാണ്. ജോബേ, ശ്രദ്ധിക്കുക, എന്നെ കേൾക്കുക, നിശബ്ദനായിരിക്കുക, അപ്പോൾ ഞാൻ സംസാരിക്കാം. നിനക്ക് വചസ്സുകളുണ്ടെങ്കിൽ എന്നോട് തിരിച്ചു പറയൂ, സംസാരിക്കൂ, കാരണം നിന്റെ ന്യായീകരണം ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇല്ലെങ്കിൽ നിശബ്ദനായിരുന്ന് എന്നെ ശ്രവിക്കുക, നിന്നെ ഞാൻ ജ്ഞാനം പഠിപ്പിക്കാം. ജോബ് അധ്യായം 34. എലീഹു മറുപടിയായി പറഞ്ഞു, ജ്ഞാനികളെ എൻ്റെ ഭാഷണങ്ങൾ കേൾക്കുവിൻ, അറിവുള്ളവരെ എനിക്ക് ചെവി തരുവിൻ. എന്തെന്നാൽ ചെവി വചസ്സുകൾ വിവേചിക്കുന്നു, അണ്ണാക്ക് ഭക്ഷണം രുചിക്കുന്നു. നമുക്കായി ന്യായം തിരഞ്ഞെടുക്കാം, നമ്മുടെ ഇടയിൽ നന്മയായതെന്തെന്ന് മനസ്സിലാക്കാം. കാരണം ജോബ് പറയുന്നു, ഞാൻ നീതിയുള്ളവനാണ്, ദൈവമാകട്ടെ എൻ്റെ ന്യായം അട്ടിമറിച്ചിരിക്കുന്നു. ന്യായമുള്ളവനായിരുന്നിട്ടും ഞാൻ നുണയനായിരിക്കുന്നു, കുറ്റമില്ലാതിരുന്നിട്ടും എൻ്റെ മുറിവുണങ്ങാത്തതാണ്. ജോബിനെ പോലെ വീരപുരുഷൻ ആരുണ്ട്? അവൻ വെള്ളം പോലെ ദൈവദൂഷണം കുടിക്കുന്നു. തിന്മ പ്രവർത്തിക്കുന്നവരോട് കൂട്ടുകൂടാനും ദുഷ്ടവ്യക്തികളോട് കൂടെ നടക്കാനുമാണ് അവൻ വഴിയിലായിരിക്കുന്നത്. മാത്രമല്ല, ദൈവവുമായുള്ള പ്രീതി കൊണ്ട് മർത്യന് ഗുണമൊന്നുമില്ല എന്ന് അവൻ പറയുന്നു. അതിനാൽ പ്രബുദ്ധ വ്യക്തികളെ എന്നെ കേൾക്കുവിൻ, ദൈവത്തിന് ദുഷ്ടത അന്യമായിരിക്കട്ടെ, സർവശക്തന് വഞ്ചനയും. മനുഷ്യന്റെ പ്രവൃത്തിക്കൊത്ത് അവിടുന്ന് അവന് പ്രതിഫലം നൽകുന്നു. ഒരുവന്റെ മാർഗത്തിനൊത്ത് അവിടുന്ന് അവനെ കണ്ടെത്തുന്നു. ദൈവം ദുഷ്ടമായി പ്രവർത്തിക്കുകയില്ല എന്നത് സത്യം, സർവശക്തൻ ന്യായം വക്രമാക്കുകയില്ല എന്നതും. ആരാണ് ഭൂമിയെ അവിടുത്തേക്ക് ഭരമേൽപ്പിച്ചത്? ലോകം മുഴുവൻ സ്ഥാപിച്ചത് ആരാണ്? അവിടുന്ന് ഒന്ന് മനസ്സ് വെച്ചാൽ, തൻ്റെ ചൈതന്യവും നിശ്വാസവും തന്നിലേക്ക് ചേർത്താൽ എല്ലാ ശരീരവും ഒന്നോടെ നിശ്ചേഷ്ടമാകും. മനുഷ്യൻ പൊടിയിലേക്ക് മടങ്ങും. ഉൾക്കാഴ്ചയുണ്ടെങ്കിൽ നീ ഇത് കേൾക്കുക, എൻ്റെ ഭാഷണ സ്വരത്തിന് കാതോർക്കുക. ന്യായം വെറുക്കുന്നവനും ഭരിക്കാനാകുമോ? മഹാനായ നീതിമാനെ നീ ദുഷ്ടനെന്ന് പ്രഖ്യാപിക്കുമോ? രാജാവിനോട് കൊള്ളരുതാത്തവനെന്നും മാന്യന്മാരോട് ദുഷ്ടനെന്നും പറയാനാകുമോ? അവിടുന്ന് പ്രഭുക്കന്മാരോട് പക്ഷപാതം കാണിക്കാത്തതും ധനികനെ ദരിദ്രന് മുമ്പായി പരിഗണിക്കാത്തതും അവരെല്ലാവരും അവിടുത്തെ കരവേലയായതുകൊണ്ടാണ്. ഒരു നിമിഷം കൊണ്ട് അവർ മരിക്കുന്നു. പാതിരാത്രിയിൽ ജനം ഞടുങ്ങുന്നു, കടന്നുപോകുന്നു. കൈകൊണ്ടല്ലാതെ തന്നെ ശക്തനെ നീക്കം ചെയ്യുന്നു.
എന്തെന്നാൽ അവിടുത്തെ കണ്ണുകൾ ഓരോ വ്യക്തിയുടെയും വഴികളിലാണ്. അവൻ്റെ ഓരോ ചുവടുവയ്പും അവിടുന്ന് കാണുന്നു. തിന്മ പ്രവർത്തിക്കുന്നവർക്ക് സ്വയം ഒളിക്കാൻ അവിടെ അന്ധകാരമില്ല, മരണനിഴലുമില്ല. ദൈവസന്നിധിയിൽ ന്യായവിധിക്കണയാൻ ആർക്കും അവിടുന്ന് കാലാവധി നിശ്ചയിച്ചിട്ടില്ലല്ലോ. അവിടുന്ന് മഹാന്മാരെ വിചാരണ കൂടാതെ തകർത്ത് കളയുന്നു, അവരുടെ സ്ഥാനത്ത് മറ്റാളുകളെ പ്രതിഷ്ഠിക്കുന്നു. ആകയാൽ അവിടുന്ന് അവരുടെ പ്രവൃത്തികൾ തിരിച്ചറിഞ്ഞ് രാത്രിയിൽ തകിടം മറിക്കുന്നു, അവർ അമർത്തപ്പെടുകയും ചെയ്യുന്നു. ദുഷ്ടതകൾ നിമിത്തം അവരെ അവിടുന്ന് കാഴ്ചക്കാരുള്ള സ്ഥലത്ത് വെച്ച് ശിക്ഷിക്കുന്നു. കാരണം അവിടുത്തെ അനുഗമിക്കുന്നതിൽ നിന്ന് അവർ വ്യതിചലിച്ചു, അവിടുത്തെ മാർഗങ്ങളൊന്നും അവർ പരിഗണിച്ചില്ല. അങ്ങനെ അവിടുന്ന് ദരിദ്രന്റെ നിലവിളി തൻ്റെ പക്കലെത്തിക്കുന്നു, പീഡിതരുടെ നിലവിളി അവിടുന്ന് കേൾക്കുന്നു. അവിടുന്ന് ജനതയ്ക്കെതിരെയോ മനുഷ്യനെതിരെയോ പൂർണ്ണമായും മുഖം മറച്ചാൽ ആരവിടുത്തെ നോക്കും? ഭൗതിക മനുഷ്യൻ ഭരിക്കുന്നതിനെക്കുറിച്ചും ജനം കെണികൾ ഒരുക്കുന്നതിനെക്കുറിച്ചും അവിടുന്ന് നിശബ്ദനായിരുന്നാൽ ആര് കുറ്റപ്പെടുത്തും? തീർച്ചയായും അവൻ തമ്പുരാനോട് പറയുന്നത്, ഞാൻ ശിക്ഷയേറ്റു, ഞാൻ പിഴയ്ക്കുകയില്ല, ഞാൻ ദർശിക്കാതെ പോയവ അങ്ങനെ പഠിപ്പിക്കണമേ, ഞാൻ തെറ്റ് ചെയ്തെങ്കിലും ഇനി ആവർത്തിക്കുകയില്ല എന്നായിരിക്കും. നീ തിരസ്കരിച്ചതുകൊണ്ട് അവിടുന്ന് നിന്റെ പക്ഷത്തു നിന്ന് അത് പരിഹരിക്കണമെന്നോ? തീർച്ചയായും നീയാണ് തിരഞ്ഞെടുക്കേണ്ടത്, ഞാനല്ല. അതിനാൽ നിനക്കറിയാവുന്നതെന്തെന്ന് പ്രസ്താവിച്ചുകൊള്ളുക. പ്രബുദ്ധ വ്യക്തികളും എന്നെ കേൾക്കുന്ന ജ്ഞാനിപുങ്കവനും എന്നോട് പറയും, ജോബ് അറിവോടെയല്ല സംസാരിക്കുന്നത്, അവൻ്റെ വാക്കുകൾ ബോധജ്ഞാനത്തോടെയുമല്ല. വ്യർത്ഥ വ്യക്തികളുടെ ഇടയിലുള്ള മറുപടികളെ പ്രതി ജോബ് എല്ലായ്പ്പോഴും പരീക്ഷിക്കപ്പെട്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. എന്തെന്നാൽ അവൻ തൻ്റെ പാപത്തിനു മേൽ അതിക്രമം കൂട്ടിച്ചേർക്കുന്നു. അവൻ നമ്മുടെ ഇടയിൽ പരിഹസിച്ച് കൈകൊട്ടുന്നു, തമ്പുരാനോടുള്ള തൻ്റെ ഭാഷണങ്ങൾ പെരുപ്പിക്കുന്നു. സുഭാഷിതങ്ങൾ അധ്യായം 4 വാക്യങ്ങൾ 1 മുതൽ 9 വരെ. മക്കളെ, പിതാവിൻ്റെ ശിക്ഷണം ചെവിക്കൊള്ളുവിൻ, ഉൾക്കാഴ്ചയുടെ വിജ്ഞാനത്തിന് ശ്രദ്ധ നൽകുവിൻ. ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് സദ്വിദ്യയാകയാൽ എൻ്റെ പ്രബോധനം നിങ്ങൾ തള്ളിക്കളയരുത്. എന്തെന്നാൽ ഞാൻ എൻ്റെ പിതാവിന് മകനായി എൻ്റെ അമ്മയുടെ മുമ്പിൽ ഓമനയും ഒറ്റയുമായി കഴിയവേ അദ്ദേഹം എന്നെ പഠിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ ഹൃദയം എൻ്റെ വചനങ്ങൾ മുറുകെ പിടിക്കട്ടെ. നീ എൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുക. ജ്ഞാനം നേടുക, ഉൾക്കാഴ്ച നേടുക, വിസ്മരിക്കരുത്. എൻ്റെ അധരമൊഴികളിൽ നിന്ന് വ്യതിചലിക്കുകയുമരുത്. നീ അവളെ ഉപേക്ഷിക്കരുത്, അവൾ നിന്നെ കാത്തുകൊള്ളും. അവളെ സ്നേഹിക്കുക, അവൾ നിന്നെ സംരക്ഷിക്കും. ജ്ഞാനമാണ് സർവപ്രധാനം, ജ്ഞാനം സമ്പാദിക്കുക. നിന്റെ എല്ലാ സമ്പാദ്യത്തിനുമുപരി ഉൾക്കാഴ്ച നേടുക. അവളെ അമൂല്യയായി കരുതുക, അവൾ നിനക്ക് ഉയർച്ച നൽകും. നീ അവളെ പുണരുന്ന പക്ഷം അവൾ നിന്നെ ആദരിക്കും. അവൾ നിന്റെ ശിരസിൽ കൃപാലങ്കാരം അണിയിക്കും, അവൾ നിന്നെ മഹിമയുടെ കിരീടം ചാർത്തും. എല്ലാവർക്കും സന്തോഷവും അനുഗ്രഹവും നിറഞ്ഞ ഒരു ശുഭദിനം കൂടി ആശംസിക്കുന്നു. ഇന്ന് ഉൽപ്പത്തി 41 42 വായിച്ചപ്പോൾ ഫറവോയുടെ സ്വപ്നവും ജോസഫ് അതിന് നൽകുന്ന വ്യാഖ്യാനവും നമ്മൾ കാണുന്നു. അതോടുകൂടി ജോസഫ് ഈജിപ്തിൻ്റെ ഭരണാധികാരിയായി മാറുകയും ചെയ്യുന്നു. ജോസഫിൻ്റെ അടുത്ത് സഹോദരന്മാർ ധാന്യം വാങ്ങാൻ എത്തുകയും ജോസഫ് അവരെ പരീക്ഷിക്കുകയും ചെയ്യുന്നതാണ് ആദ്യ വചന ഭാഗത്തിൻ്റെ പ്രധാന പ്രമേയം. ജോബിൻ്റെ പുസ്തകത്തിൻ്റെ വായന തുടർന്നപ്പോൾ 3 സ്നേഹിതന്മാരുടെ സംസാരത്തിന് ശേഷം എലീഹു, അവസാനത്തവൻ യുവാവ്, ജോബിനെ കാര്യങ്ങളുടെ നിജസ്ഥിതി ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് ഇന്നത്തെ വായനയിൽ ശ്രദ്ധിച്ചത്. ജോബ് തെറ്റുകാരനാണെന്നും ദൈവം ഒരിക്കലും അന്യായമായി ആരോടും പ്രവർത്തിക്കില്ലെന്നുമാണ് എലീഹുവിൻ്റെ പ്രഭാഷണത്തിൻ്റെ രത്നച്ചുരുക്കം. പാപം ചെയ്തു, ഇപ്പോൾ ദൈവദൂഷണവും നീ പറയുന്നുവോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം. എന്ത് വില കൊടുത്തും ജ്ഞാനം നേടണമെന്ന് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലൂടെ നാം വായിച്ച് ഗ്രഹിക്കുന്നു. ഫറവോ കാണുന്ന സ്വപ്നം വ്യാഖ്യാനിക്കാൻ തടവറയിൽ നിന്ന് ജോസഫിനെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ 7 വർഷം സമൃദ്ധിയുണ്ടാകുമെന്നും തുടർന്ന് 7 വർഷം ക്ഷാമമുണ്ടാകുമെന്നും ജോസഫ് അറിയിക്കുമ്പോൾ സമൃദ്ധിയുടെ 7 വർഷം വിളവിൻ്റെ 5-1 സൂക്ഷിച്ചു വെക്കാൻ ജോസഫ് ആവശ്യപ്പെടുകയാണ്. ഇതൊരു ആത്മീയ പാഠമാണ്. സാധാരണ നമ്മൾ ദൈവത്തോട് അടുക്കുകയോ ആത്മീയ നിക്ഷേപങ്ങൾ കൂട്ടിവെക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങളുടെ നടുവിലാണ്, അല്ലെങ്കിൽ ദുഃഖങ്ങൾ വരുമ്പോഴാണ്. കൂടുതൽ തീഷ്ണതയോടെ ദൈവത്തെ തേടുന്നത് ദുഃഖങ്ങളുടെ പേമാരി പെയ്യുമ്പോഴാണ്. ജോസഫിൻ്റെ ജ്ഞാനം നമുക്ക് വിലപ്പെട്ട ഒരു ഉപദേശം നൽകുന്നുണ്ട്. സമൃദ്ധിയുടെ കാലങ്ങളിൽ ശേഖരിച്ചു വെക്കണം, അപ്പോൾ ഞെരുക്കത്തിൻ്റെ കാലങ്ങളിൽ ഉപകാരപ്പെടും. ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് നീങ്ങുമ്പോഴോ എല്ലാം സന്തോഷകരമായി ജീവിതത്തിൽ ലഭിക്കുമ്പോഴോ പ്രത്യേകിച്ച് വലിയ ഞെരുക്കങ്ങളിലൂടെ അല്ലാതെ കടന്നു പോകുമ്പോഴോ ഒക്കെ ഒരുപാട് നേരം ആത്മീയ കാര്യങ്ങൾക്കായി കണ്ടെത്തുകയും പ്രാർത്ഥനയുടെയും ആരാധനയുടെയും വചനധ്യാനത്തിൻ്റെയും നിധി നിക്ഷേപങ്ങൾ വരും കാലങ്ങൾക്ക് വേണ്ടി കാത്തുവെക്കുകയും ചെയ്യണം.
ബാങ്ക് ബാലൻസ് ഭൗതിക ജീവിതത്തിന് ഉപകാരപ്പെടുന്നത് പോലെ ആത്മീയ ജീവിതത്തിന് ഉപകാരപ്പെടുന്ന കൃപാവരങ്ങളുടെ ഒരു ബാങ്ക് അക്കൗണ്ട് എല്ലാ മനുഷ്യൻ്റെയും തലയ്ക്ക് മുകളിൽ ഉണ്ട്. ഈ ആത്മീയ ഭണ്ഡാകാരത്തിൽ, ഈ ആത്മീയ ട്രഷറിയിൽ നിക്ഷേപിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന വഴികളാണ് പ്രാർത്ഥനയും ആരാധനയും വചനധ്യാനവും ദാനധർമ്മവും എല്ലാ ആത്മീയ വഴികളും. ആ വഴികൾ ഉപയോഗിച്ച് ആ നിക്ഷേപം കൂട്ടിവെച്ചാൽ അതിനാവാത്തൊരു കാലത്തോ ഒരുപക്ഷെ അതിന് സാഹചര്യങ്ങളില്ലാത്തപ്പോഴോ അല്ലെങ്കിൽ ആത്മീയമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തതുപോലെ മനസ്സ് കലങ്ങിയിരിക്കുമ്പോഴോ ഒക്കെ ഈ നിക്ഷേപം ഒരിക്കൽ കൂട്ടിവെച്ചത് നമ്മളെ പിന്നീട് സഹായിക്കും. സ്വപ്നം വ്യാഖ്യാനിച്ചു കഴിഞ്ഞപ്പോൾ ജോസഫിനെ തൻ്റെ 2-ാം രഥത്തിലിരുത്തി സിംഹാസനത്തിൽ മാത്രം താൻ ജോസഫിന് മുകളിലായിരിക്കുമെന്ന് പ്രഖ്യാപിച്ച് ഈജിപ്തിൻ്റെ മുഴുവൻ അധിപനാക്കി ജോസഫിനെ ഈജിപ്തിലൂടെ ഇയാൾ ആനയിക്കുന്നു. ഇത് കാലം കാത്തുവെച്ച പ്രായശ്ചിത്തമാണ്. വിശ്വസ്തനായ ഒരു ചെറുപ്പക്കാരൻ, അന്ന് അയാൾക്ക് 17 വയസ്സായിരുന്നു. ഈ 17കാരൻ ദൈവത്തോട് താൻ കാണിച്ച വിശ്വസ്തതയുടെ പേരിൽ, അപ്പനോട് കാണിച്ച അനുസരണത്തിൻ്റെയും വിധേയത്വത്തിൻ്റെയും പേരിൽ ദൈവം തന്നെക്കുറിച്ച് വരുംകാലങ്ങളിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് വെളിപ്പെടുത്തിയ ദർശനങ്ങളെ പ്രതി വേട്ടയാടപ്പെട്ട് അടിമയായി ഈജിപ്തിൽ വിൽക്കപ്പെട്ടപ്പോൾ, ഒരടിമയുടെ ശരീരഭാഷയോടെ ഒരടിമയ്ക്കുമേൽ ചാർത്തപ്പെടുന്ന അടിമത്വത്തിൻ്റെ കൂച്ചുവിലങ്ങുകൾ ധരിച്ച് നാണം കെട്ട കുനിഞ്ഞ ശിരസ്സുമായി നടന്നു നീങ്ങിയ അതേ വഴിത്താരയിലൂടെ 13 വർഷങ്ങൾക്ക് ശേഷം രാജാവിൻ്റെ തങ്കരഥത്തിൽ, രാജാവിൻ്റെ 2-ാം രഥത്തിൽ ഈജിപ്തിൻ്റെ അധിപനായി അയാൾ ആനയിക്കപ്പെടുന്നത് പട്ടുവസ്ത്രങ്ങൾ ധരിപ്പിച്ചാണ്. വിശുദ്ധി നഷ്ടപ്പെടാതിരിക്കാൻ തൻ്റെ മേലങ്കി ഉപേക്ഷിക്കേണ്ടി വന്നവന് ദൈവം കാത്തുവെച്ച പ്രതിഫലമായിരുന്നു അധികാരത്തിൻ്റെയും പ്രശസ്തിയുടെയും പട്ടുവസ്ത്രങ്ങൾ. മേലങ്കി നഷ്ടപ്പെട്ടവന് ദൈവം കരുതി വെച്ച പട്ടുവസ്ത്രങ്ങൾ. ജീവിതത്തിൽ നാം കാണിക്കുന്ന വിശ്വസ്തതയ്ക്ക് പ്രതിഫലം ലഭിക്കാതെ പോവുകയില്ല. ലോകത്താരും നിങ്ങൾ ചെയ്ത നന്മ പ്രവൃത്തികൾ അറിഞ്ഞില്ലെങ്കിലും അത് കാണുന്ന ഒരു ദൈവമുണ്ട്, അത് കുറിച്ചു വെക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ഈജിപ്തിൽ വെച്ച് പിന്നീട് തനിക്ക് ഒരു മകനുണ്ടാകുമ്പോൾ ജോസഫ് ആ മകന് പേരിട്ടത് മനാസെ എന്നാണ്. മനാസെ എന്ന വാക്കിൻ്റെ അർത്ഥം എല്ലാം മറക്കാം എന്നാണ്. മറക്കുക, കണ്ണീര്, വഞ്ചന, വേട്ടയാടപ്പെട്ടത്, ചതിച്ചത്, നിരപരാധിയായിരുന്നിട്ടും ശിക്ഷയേൽക്കേണ്ടി വന്നത്, സ്വന്തം രക്തത്താൽ പോലും ഒറ്റിക്കൊടുക്കപ്പെട്ടത്, കണ്ണീരിൻ്റെയും ദുഃഖത്തിൻ്റെയും നിരാശയുടെയും കഴിഞ്ഞ കാലങ്ങളെ ദൈവനാമത്തിൽ മറക്കാം. മനാസെ ഒരിക്കൽ താൻ ചെറുപ്പമായിരുന്നപ്പോൾ ദൈവം വെളിപ്പെടുത്തിയ സ്വപ്നത്തിൽ കണ്ടതുപോലെ സഹോദരന്മാർ ജോസഫിൻ്റെ അടുത്ത് വന്ന് നിലം പറ്റെ താണു വണങ്ങുന്നത് നാം കാണുന്നു. ദൈവം അരുളി ചെയ്തതൊന്നും നിറവേറാതെ പോവുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഈ ബൈബിളിൽ മനോഹരമായി അതിൻ്റെ ഒരു ആഖ്യാനമായി ഈ ഭാഗം നമുക്ക് കാണാൻ കഴിയും. സഹോദരന്മാരെ, ജോസഫ് ഒരു പരീക്ഷണ ഘട്ടത്തിലൂടെ കടത്തിവിടുകയാണ്. വായിക്കുന്ന നമുക്ക് ഒരുപക്ഷെ അതിൻ്റെ ആവശ്യം എന്താണ് എന്നൊരു സംശയം വരാം. ജോസഫ് യഥാർത്ഥത്തിൽ ഈ പരീക്ഷണങ്ങളിലൂടെ, സഹോദരന്മാരെ ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ പരിശോധിക്കാൻ ശ്രമിക്കുന്നത് ഇവർക്ക് മാറ്റം വന്നിട്ടുണ്ടോ എന്നാണ്. ഇവരുടെ സ്വഭാവം മാറിയിട്ടുണ്ടോ? ഇതാണ് ജോസഫിന് അറിയേണ്ടത്. ഒരു സഹോദരനെ പിടിച്ചു വെക്കുന്നു, ശിമയോനെ ഈജിപ്തിൽ തടവിലാക്കുന്നു, ബെഞ്ചമിനെ കൂട്ടിക്കൊണ്ടുവരാൻ ആജ്ഞ നൽകി ബാക്കിയുള്ളവരെ പറഞ്ഞയക്കുന്നു. ഈ 9 പേരെ മടക്കി അയക്കുമ്പോൾ അവരുടെ ബാഗിൽ, അവരുടെ ധാന്യ ചാക്കുകളിൽ അവർ കൊടുത്ത പണവും തിരികെ വെച്ചിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിക്കുക, വീട്ടിൽ മടങ്ങിയെത്തി കഴിയുമ്പോൾ യാക്കോബ് കാണുന്ന കാഴ്ച എന്താണ്? ഒരു സഹോദരൻ നഷ്ടപ്പെട്ടിരിക്കുന്നു, ഇവരുടെ ചാക്കുകളിൽ പണവും കാണുന്നു. സ്വാഭാവികമായും പണത്തിനു വേണ്ടി സഹോദരനെ അവർ വിറ്റതായിരിക്കും എന്ന് യാക്കോബ് ചിന്തിക്കാനിടയുണ്ട്. മറിച്ച് യാക്കോബ് ഇനി അങ്ങനെ ചിന്തിച്ചില്ലെങ്കിലും ഒരു സഹോദരൻ മിസ്സായിരിക്കുന്നു, തങ്ങളുടെ കയ്യിൽ പണവും വന്നു ചേർന്നിരിക്കുന്നു. ഇതവരെ ഒരു പഴയകാലം ഓർമ്മിപ്പിക്കും. 13 കൊല്ലം മുമ്പുള്ള ഒരു പഴയകാലം. അന്ന് ജോസഫ് എന്ന സഹോദരൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. അവനെ വിറ്റ പണം തങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ കടന്നുപോയ പാപത്തിൻ്റെ വഴികളെ ഓർമ്മിച്ചെടുക്കാനും പ്രായശ്ചിത്തം ചെയ്യാനും സഹോദരന്മാരെ ഒരുക്കുകയാണ് ജോസഫ്. ഇങ്ങനെയൊരു പുനരാവർത്തനം ജീവിതത്തിൽ ദൈവം എല്ലാവർക്കും തരും എന്നാണ് ഞാൻ കരുതുന്നത്. ഒരിക്കൽ ഇടറിപ്പോയ വഴികളെ പുണ്യവും പ്രായശ്ചിത്തവും പരിഹാരവും കൊണ്ട് വീണ്ടെടുക്കാൻ സമാനമായ അനുഭവങ്ങളിലൂടെ ദൈവം പിന്നീട് ഒരിക്കൽ കൂടിയോ പലതവണയോ കടത്തിവിടും. അന്ന് നമ്മൾ പത്രോസിനെ പോലെ ഒരിക്കൽ തള്ളിപ്പറഞ്ഞതിന് പരിഹാരമായി പിന്നീടൊരിക്കൽ അതേ തീച്ചൂടിൻ്റെ മുമ്പിൽ വെച്ച് അവനെ ഏറ്റ് പറയും. ഈ ഭാഗങ്ങളിൽ 6 തവണ ജോസഫ് മാറിയിരുന്ന് കരയുന്നതായി നാം കാണുന്നുണ്ട്. 2 സാധ്യതകളുണ്ട് മുറിവേറ്റ മനുഷ്യന്. ഒന്നുകിൽ മുറിവേൽപ്പിക്കാം, അല്ലെങ്കിൽ മാറിയിരുന്ന് കരഞ്ഞ്
തൻ്റെ മുറിവുകൾ സുഖപ്പെടുത്താം. മാറിയിരുന്ന് കരയുക എന്ന് പറഞ്ഞാൽ ആ കരച്ചിൽ സുഖപ്പെടുത്താൻ കഴിയുന്ന ദൈവത്തിന് മുമ്പിലിരുന്ന് കരയുക എന്നാണ്. ദൈവസന്നിധിയിൽ സമർപ്പിച്ച് സുഖപ്പെടാനുള്ള സാധ്യതയാണ് ജോസഫ് ജീവിതകാലം മുഴുവൻ സ്വീകരിച്ച ഒരു ജീവിത അതിജീവനത്തിൻ്റെ വഴി. പ്രായശ്ചിത്തവും പരിഹാരവും ചെയ്യാൻ ജീവിതത്തിൽ എല്ലാവർക്കും ദൈവം അവസരങ്ങൾ കാത്തുവച്ചിട്ടുണ്ട്. ഓരോ ദിവസവും യഥാർത്ഥത്തിൽ നമുക്ക് ആസ്വദിക്കാനുള്ള ഒരു ദിവസം എന്നതിനേക്കാളധികം പരിഹാരം ചെയ്യാനുള്ള ഒരു ദിവസമായി കാണാൻ കഴിയട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ അവസരമാണ് നീ തന്നുകൊണ്ടിരിക്കുന്നത്. എത്ര വലിയവനായിരുന്നു ജോസഫ് എന്ന് ഞങ്ങളെ കാണിച്ചു തരുന്ന വായനകളാണിത്. ജീവിതത്തിലെ ദുഃഖത്തിൻ്റെ കാലങ്ങളെല്ലാം ദൈവത്തിൻ്റെ ഹൃദയത്തിൽ വിലപ്പെട്ടതായിട്ട് ദൈവം കാത്തുവച്ചിട്ടുണ്ടെന്നും ഇതിനെല്ലാം വരും കാലങ്ങളിൽ പ്രതിഫലം ലഭിക്കുമെന്നും പൂർവ്വപിതാക്കന്മാരിലെ ഈ അവസാനത്തവനായ ജോസഫ് ഞങ്ങളെ കാണിച്ചു തരികയാണ്. മുറിവുകളും വേദനകളും ദുഃഖങ്ങളും ഈ യാത്രക്കിടയിൽ കാലം കരുതി വെച്ച സങ്കടങ്ങളുമെല്ലാം ദൈവത്തെ മുൻനിർത്തി മറക്കാനും ദൈവസന്നിധിയിലിരുന്ന് കരഞ്ഞ് തീർക്കാനും കർത്താവിൻ്റെ കുരിശിൽ സമർപ്പിച്ച് ആശ്വാസം കണ്ടെത്താനും ആരെയും മുറിപ്പെടുത്താതെ ജീവിക്കാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.